Hi dear friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നെഞ്ചിലുള്ള അഴുക്ക് നീക്കം ചെയ്ത് ശുദ്ധമാക്കി വെക്കാനുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ്. നമ്മുടെ ലങ്സിൽ കെട്ടിക്കിടക്കുന്ന കഫവും അതുപോലെ തന്നെ പുകവലിക്കുന്നവരുടെയൊക്കെ ശ്വാസകോശത്തിലുണ്ടാകുന്ന കറയൊക്കെ 3 ദിവസത്തിൽ അലിഞ്ഞു പോകും. ലങ്സ് ക്ലീൻ ആവും. മാത്രമല്ല നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും ചുമയ്ക്കും ജലദോഷത്തിനും ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് മാത്രമല്ല അസിഡിറ്റി, പുളിച്ചത് കെട്ടല്, നെഞ്ചരിച്ചില് എല്ലാത്തിനും ഈ ഒരു പാനീയം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു പാനീയം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും ഇങ്ങനെ സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ലങ്സിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. കെട്ടിക്കിടക്കുന്ന കഫം അലിയിച്ചു കളയാനും അടിക്കടി ഉണ്ടാകുന്ന ചുമ മാറാനും അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും നെഞ്ചിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാനും പുകവലി മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കാനായിട്ട് ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ശ്വാസകോശം ശുദ്ധമാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഗുണങ്ങളും എല്ലാ സത്തും ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങി വരണം. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പം നമ്മുടെ പാനിയും ഇവിടെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്പം അതൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ. ചൂടാറിയപ്പോൾ ഞാൻ ഈ പാനീയം അരിച്ച് ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ചെറുനാരങ്ങ ഒന്ന് സ്ലൈസ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാനീയം ഏത് സമയത്തേക്കാണ് കുടിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇതിൽ നിന്ന് നിങ്ങൾ ഡെയിലി 3 സ്പൂൺ വീതമാണ് കേട്ടോ കഴിക്കേണ്ടത്. രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാത്തവർക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കുടിക്കാം. അങ്ങനെ ഒരു 3 ദിവസം നിങ്ങളിത് കുടിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ വേണം ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുകൊണ്ട് കിട്ടുക. തലയിലും നെഞ്ചിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ അലിയിച്ചു കളയാനും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം മുട്ടൽ മാറാനും നെഞ്ചരിച്ചിൽ, പൊളിച്ചത് കെട്ടിൽ, അസിഡിറ്റി കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു പാനീയമാണ് കേട്ടോ ഇത്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ പുകവലിക്കുന്നവരുടെയൊക്കെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു കറയും അവർക്ക് അതുപോലെ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് നല്ലതായിട്ടുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു റെമഡി കൂടിയാണിത്. മാത്രമല്ല ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്